അപ്പം തുടരും ഈ പറയുന്ന പോലെ നെഞ്ചിന് ഭയങ്കര ഭാരം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില സീനുകളൊക്കെ വായിക്കുമ്പോൾ. ഞാൻ അവളോട് പറഞ്ഞ അതേ ഫീലിങ്ങിൽ തന്നെ എനിക്കിത് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ മനസ്സിൽ കൊള്ളാൻ പോകുന്ന സിനിമയാണെന്നറിയാം. എന്നെ അവൾ പെപ്പയെന്നാണ് വിളിക്കണേ, അപ്പം ഞാൻ കുക്കു എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ സിനിമ പെപ്പയുടെ ലൈഫിൽ അല്ലെ പെപ്പയുടെ കരിയറിൽ ഈ സിനിമ ഉണ്ടാവണം. കൺമണിപ്പൂവയിലെത്തി അതിൻ്റെ ബാക്കി ഭാഗങ്ങളെത്തി ഞങ്ങളത് പ്രൊഡ്യൂസറെ കേൾപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അതിൻ്റെ അത് എന്തൊരു ചേലാണെന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പോൾ എന്താണ് ചോദിച്ചത്, നമുക്ക് എന്തൊരു ചേലാണെങ്കിൽ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. മോഹൻലാലിനോടോ ശോഭനാമിനോടൊക്കെ നോ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരു പക്ഷേ പഠിച്ചു വരുന്നേ ഉള്ളൂ നോയിലേക്ക്. ലാലേട്ടൻ്റെ പെർഫോമൻസ് കൊണ്ട് നമുക്കിത് കളയാനും പറ്റില്ല, എന്നാൽ സിനിമയ്ക്ക് ഗുണമാവില്ല, അങ്ങനെ ഒരു രണ്ട് സീക്വൻസ് പോയിട്ടുണ്ട്. എല്ലാ സിനിമകളും ഒരു 8ാമത്തെയോ 9ാമത്തെയോ ഡ്രാഫ്റ്റിലാണ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. സുമേഷ് ചേട്ടൻ ചോദിക്കുമ്പോഴാണ് അതാരായിരിക്കും പറഞ്ഞു കൊടുത്തതെന്ന് ഞാനും ആലോചിക്കുന്നത്. തരുൺ എഴുതിയ 2 സിനിമയും സൂപ്പർ ഹിറ്റായിരുന്നു, അവരുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ഇപ്പോൾ തുടരും വരുന്നു. ഇതാണ് എൻ്റെ സിനിമ, ഇതാണ് എൻ്റെ തിരക്കഥ, ഇതാണ് എൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിലേക്ക് വായിച്ച് കേൾപ്പിക്കേണ്ട ഇതാണ് എൻ്റെ സിനിമ എന്ന് ഡിസൈഡ് ചെയ്യുന്നൊരു പോയിന്റ് എത്രാമത്തെ ഡ്രാഫ്റ്റ് ആയിരിക്കും? ഇപ്പോൾ തുടരുമൊക്കെ ഓപ്പറേഷൻ ജാവയാണ്, സൗദി വെള്ളക്കാണ്, തുടരുവാണെങ്കിൽ എത്രാമത്തെ ഡ്രാഫ്റ്റിലാണ് ഓക്കെ ഞാനെത്തി, ഇതാണ് ഞാൻ പറയേണ്ട സാധനം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു 7ാമത്തെയോ 8ാമത്തെയൊക്കെ ഡ്രാഫ്റ്റ് എത്തുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വന്നു തുടങ്ങുന്നത് ഈ സിനിമ ചെയ്യണം എന്നുള്ളത്. ഇപ്പം ജാവയാണെങ്കിൽ പോലും ഞാനൊരു പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരുപാട് റീവർക്ക് ചെയ്തിട്ടുണ്ട് ആ സ്ക്രിപ്റ്റിൽ. അപ്പം ഒരു ദിവസം രാവിലെ ഇരുന്ന് വർക്ക് ചെയ്യും, പിന്നെ അത് മൂഡനുസരിച്ച് മാറ്റിയിടും, പിന്നെ കുറച്ചെണ്ണം ചെയ്യാണ്ടിരിക്കും, പിന്നെയും റീവർക്ക്. അങ്ങനെ അന്ന് അസിസ്റ്റൻസ് പോലും ഇല്ല, ഞാൻ തന്നെയാണ് ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തൊരു 7ാമത്തെ 8ാമത്തെ ഡ്രാഫ്റ്റ് എത്തിയപ്പോഴാണ് ഇതിൻ്റെ അതൊരു സിനിമയുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആളുകളെ 2-3 ആൾക്കാർക്ക് വായിക്കാനൊക്കെ കൊടുത്ത് ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് പിന്നെയും ആ ഫീഡ്ബാക്കിൽ നിന്ന് ഒരു വട്ടം കൂടി റീവർക്ക് ചെയ്യും. ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഒരു ഫിലിം മേക്ക് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യണത്. അപ്പം എല്ലാ സിനിമകളും ഒരു 8ാമത്തെയോ 9ാമത്തെയോ ഡ്രാഫ്റ്റിലാണ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ആ സമയമാകുമ്പോൾ നമുക്ക് ചില സൂചനകളൊക്കെ കിട്ടും എവിടെ നിന്നെങ്കിലൊക്കെ ആയിട്ട്. ഇങ്ങനെ ചിലപ്പം സ്വപ്നം ഡ്രീമിലൊക്കെ ആയിരിക്കും. ചിലപ്പം നമ്മൾ കാണുന്ന അടുത്ത ദിവസം രാവിലെ ആണ് ചിലപ്പോൾ സീനുകളൊക്കെ ചിലപ്പോൾ ഡ്രീം ചെയ്യുമായിരിക്കും. അത് ഞാൻ പറഞ്ഞത് നമുക്ക് തരുന്ന ചില ഇൻസ്റ്റിങ്ക്റ്റുകളാണ്. വി ആർ റെഡി ടു ഗോ എന്ന് പറയുന്ന ഇൻസ്റ്റിങ്ക്റ്റിലാണ്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൊതി തോന്നിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ മറ്റ് സിനിമകൾ ആ സമയത്ത് കാണുന്ന ചില സിനിമകളിൽ നിന്ന് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ ഇരിക്കുന്നത്, നീ ധൈര്യമായിട്ട് ഇറങ്ങ് എന്നൊരു തോന്നൽ വരും. ചിലപ്പം പനി വരും. ഈ നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പരിപാടി ആയിക്കഴിഞ്ഞ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പനിയൊക്കെ വരുമ്പോൾ ഞാനത് ശരീരം പ്രിപ്പയർ ആയതാണെന്നൊക്കെ നമുക്ക് തോന്നും. അതൊക്കെ ചുമ്മാ ഇതൊക്കെ തോന്നുന്നതായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ചില മണ്ടൻ ഇൻസ്റ്റിൻറ്റുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നത് വി ആർ റെഡി ടു ഗോ എന്നുള്ളത്. ഇപ്പോൾ എന്നോട് ഇൻ്റർവ്യൂവിൽ പറയണ്ടായി വൈഫാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്, പല സ്ഥലത്തും ഞങ്ങൾ ഹാപ്പിയാണെന്ന് വൈഫ് പറയുന്നത്. അപ്പം ഈ എഴുതിയ തിരക്കഥകളൊക്കെ ആദ്യം വൈഫിനെ തന്നെ വായിച്ച് കേൾപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ വൈഫിൻ്റെ ഒരു ഇൻപുട്ടിൽ ചേഞ്ച് ചെയ്ത് അത് വലിയൊരു സിനിമയിൽ മാറ്റം എന്തെങ്കിലും സീക്വൻസുകളോ സീനുകളോ ഡയലോഗ്സോ ഇന്നോളം വന്ന സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്? ഈ വൈഫും ഈ പറഞ്ഞ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഒക്കെ ഭാഗമാണ്. ഇപ്പം സൗദി വെള്ളയ്ക്ക് ഓപ്പറേഷൻ ജാവ ജസ്റ്റ് വായിച്ചു, അത് അവർക്കാർക്കും അറിയില്ല ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും ആർക്കും അറിയില്ല. ഓപ്പറേഷൻ ജാവ എഴുതി, അത് ഷൂട്ട് ചെയ്തു. പക്ഷേ ഞാൻ സൗദി വെള്ളയ്ക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ അവൾ പെപ്പയെന്നാണ് വിളിക്കണേ, അപ്പം ഞാൻ കുക്കു എന്നാണ് വിളിക്കണം. അപ്പം എൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം സൗദി വെള്ളക്കയുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞു, ഈ സിനിമ പെപ്പയുടെ ലൈഫിൽ അല്ലെ പെപ്പയുടെ കരിയറിൽ ഈ സിനിമ ഉണ്ടാവണം. അത് അവൾക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയാനൊന്നും പാടില്ല, പക്ഷേ ആ ഒരു മൂമെൻ്റ് ഉണ്ട്. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫിലിമോഗ്രഫിയിൽ ഈ സിനിമ ഉണ്ടാകണമെന്ന് പറയുന്നൊരു വാശി അവൾ തന്നതിൻ്റെ പുറത്താണ്. എങ്കിൽ പിന്നെ ഇത് തന്നെ തീരുമാനിക്കാനുള്ള കാരണം. അത് ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ ഇന്ന് ഇങ്ങനെയാണ് ആ സിനിമ, ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പം അതിൻ്റെ അകത്തൊരു ആ ഉമ്മയുടെ കഥ പറയുന്ന സമയത്ത് അവളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കണ്ണ് നിറഞ്ഞത് എനിക്കൊരു സൂചനയാണ്. ഇത് ഒരുപാട് ആളുകളുടെ ഞാൻ അവളോട് പറഞ്ഞ അതേ ഫീലിങ്ങിൽ തന്നെ എനിക്കിത് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ മനസ്സിൽ കൊള്ളാൻ പോകുന്ന സിനിമയാണെന്നറിയാം. അപ്പോൾ അവൾ അന്ന് പറഞ്ഞു ഇത് നമ്മുടെ ലൈഫിൽ ഈ സിനിമ ഉണ്ടാവണം എന്ന് പറഞ്ഞതിൻ്റെ. എന്നാൽ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഓപ്പറേഷൻ ജാവ തന്നെയാണ് തില്ലിനാവും. സൗദി വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നാലും കൊമേഴ്ഷ്യലി കാണാൻ എൻ്റർടൈൻമെൻറ്റ് എന്ന രീതി കാണാൻ ഓപ്പറേഷൻ ജാവാണ് കുറച്ചും നല്ലത്. ഇത് ഒരു ക്ലാസ് പരിപാടി എന്നുള്ള രീതിയിൽ അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല എന്നൊക്കെ അതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തുടരും ഈ പറയുന്ന പോലെ ആദ്യമൊന്നുമല്ല വായിക്കണം, എന്നാലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ നീ ഒന്ന് വായിച്ചു നോക്കുന്നത് ഞാൻ പറയാറുണ്ട്. വായിച്ചു നോക്കിയിട്ട് അവളുടെ ജോലിയും പിള്ളേരെ നോട്ടമൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ആയിട്ട് ഒന്നൊരു വായനയൊക്കെ കഴിഞ്ഞിട്ട് നെഞ്ചിന് ഭയങ്കര ഭാരം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില സീനുകളൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ അവൾ ആ പറഞ്ഞ നെഞ്ചിന് തോന്നിയ ഭാരം എനിക്ക് എഴുത്തിൽ ഉണ്ടാക്കിയ പോലെ, അല്ലെങ്കിൽ നമ്മൾ പറച്ചിലൂടെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മേക്കിങ്ങിലും ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ ഭാരം ഉണ്ടാകും. അപ്പോൾ ആ ഫീഡ്ബാക്കുകൾ എടുക്കാറുണ്ട്. അതൊരു വലിയ എന്താ പറയുക, അവരാണല്ലോ ആദ്യത്തെ ഓഡിയൻസ്. അതെ അതെ അതെ. ഈ
നെഞ്ചിന് വേറെ ഭാരം അതുപോലെ തന്നെ പ്രേക്ഷകർക്കും തോന്നുന്നത് ഈ പാട്ടുകൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. സമാധാനമുള്ള പാട്ടുകൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കും. വേറൊന്നും എനിക്ക് അതിനകത്ത് പറയാനില്ല. എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ഇടക്കാലത്തെ എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് വളരെയധികം മലയാള സിനിമയിൽ നിന്ന് അങ്ങനെ ഹിറ്റാവാതെ അല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരുപാട് പാട്ടുകളുണ്ടാവാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് സുഖമുള്ള പാട്ടുകൾ പിന്നെ തിരിച്ചു വന്നൊരു സിനിമയായിരുന്നു കാര്യസ്ഥൻ. അതിലെ പാട്ടുകളെല്ലാം നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് കേൾക്കാൻ പാകത്തിനുള്ള സിനിമ. അത് ബെനി സാർ അവർ ഒരുപാട് ആ സമയത്ത് ചർച്ചകളിലൂടെ വന്നതാണ്. പിന്നീട് ഇപ്പൊ നമുക്ക് കേട്ടതിൽ എന്ത് രസമുള്ള പാട്ടുകൾ എന്ന് പറയാൻ പാകത്തിനുള്ള പെട്ടെന്ന് തുടരുന്നില്ല പാട്ടുകളാണ്. ഇത് ഇങ്ങനെ ആവണം എൻ്റെ പാട്ടുകൾ എന്നൊക്കെ ഇതൊക്കെ നേരത്തെ തന്നെ എല്ലാം ഡിസൈഡ് ചെയ്തതായിരുന്നു. അതായത് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു പഴയ സത്യനന്ദിക്കാട് സാറിൻ്റെ ഒക്കെ സിനിമകൾ വരുന്ന ഒരു ഫീലാണ് ഈ തുടരും വരുമ്പോൾ കിട്ടുന്നത്. എനിക്കെന്നല്ല ഓൾമോസ്റ്റ് ഒരുപാട് പ്രേക്ഷകർക്ക് ഈ സോങ് ഒക്കെ മനഃപൂർവ്വം ഇത് ഇങ്ങനെ തന്നെ മതി, നമുക്ക് ഒരുപാട് വേണ്ട, ഇത് വളരെ സുഖകരമായിട്ട് ഫാമിലിക്ക് കേൾക്കാൻ പാകുന്ന പാട്ട് അങ്ങനെ തന്നെ പറഞ്ഞ് ജയിച്ചതാണോ? ഇപ്പം ജെയ്ക്സിനോട് ഇപ്പം കൺമണിപ്പൂവേ എന്ന് പറഞ്ഞാണ് ഏറ്റവും ഹിറ്റായ പാട്ട്. കൺമണിപ്പൂവയുടെ മേക്കിംഗ് ഈ പറയുന്ന സീനുകൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പോലും വായിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇങ്ങനത്തെ പാട്ടേ ഉണ്ടാക്കാൻ തോന്നുള്ളൂ. അപ്പം ജെയ്ക്സിനോട് ആദ്യം പോലെ ഞാൻ പറഞ്ഞത് നമുക്ക് നൊസ്റ്റു ആണ് കണക്ട് ചെയ്യുന്നത്. ആളുകൾ കേട്ടോണ്ടിരിക്കുന്നവർക്കൊക്കെ പല ഇമോഷൻസ് എനിക്ക് നൊസ്റ്റാൾജിയാണ് വേണ്ടത്. ഒന്നല്ലെങ്കിൽ നമ്മളുടെ പണ്ട് വിദ്യാസാഗർ, ഗിരീഷ് പുത്തഞ്ചേരി ഫ്രെയിം വർക്കിൽ വന്നിട്ടുള്ള കൈൻഡ് ഓഫ് സോങ് പോലെ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു ഇളയരാജ പാട്ട് പോലെ ഇരിക്കണം. ഈ രണ്ട് ഇതാണ് എൻ്റെ മനസ്സിലുള്ളൊരു മീറ്റർ. അത് വെച്ചിട്ട് ജെയ്ക്സ് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ജെയ്ക്സിൻ്റെതായ ഒരു വേർഷനിൽ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ജെയ്ക്സ് ഒരുപാട് പണിയെടുത്തിട്ടോ. ടു ബി ഫ്രാങ്ക് കുറേ വേർഷൻസ് പണിയെടുത്ത് എനിക്ക് തൃപ്തിയാകുന്നില്ല. അങ്ങനെ ഒരു 7ാമത്തെയോ 8ാമത്തെയോ ഒരു വേർഷനാണ് ഈ കൺമണിപ്പൂവിൻ്റെ ട്യൂൺ. അതും ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കിളിപ്പൂമകളെ നീ എലിയും പൂന്തണ്ണലാണ് എന്ന് പറയുന്ന ഏരിയയാണ് ആദ്യം ഉണ്ടായി വന്നത്. അതാണ് എന്നെ കേൾപ്പിക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കണക്റ്റായി. ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു ലൂപ്പ് വരാൻ സാധ്യതയുള്ളൊരു പാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ജെയ്ക്സിനോട് പിന്നെ അതിൻ്റെ മുമ്പും പിൻപും ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ കൺമണിപ്പൂവയിലെത്തി അതിൻ്റെ ബാക്കി ഭാഗങ്ങളെത്തി ഞങ്ങളത് പ്രൊഡ്യൂസറെ കേൾപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അതിൻ്റെ അത് എന്തൊരു ചേലാണെന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊരു ചേലാണെങ്കിൽ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം ജെയ്ക്സ് നേരെ അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ആ പാട്ടിന് വേറൊരു സ്വഭാവം വന്നു. എന്തൊരു ചേലാണെന്ന് തുടങ്ങി കൺമണിപ്പൂവയിൽ കയറി അതിൻ്റെ ഒരു 3ാമത്തെ അനുവല്ലി പോലെയായി ഈ പറയുന്ന കിളിപ്പൂമള എന്നുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ട് ജെയ്ക്സ് അന്ന് രാത്രി എന്നെ വിളിച്ച് പറയുന്നു, എനിക്കെന്തോ ഒരു സാധനം ഈ പാട്ടിന് മിസ്സാകുന്നുണ്ടെന്ന്. ഞാൻ എന്താണ് ഇതിപ്പം എന്തൊരു ചേലാണെന്ന് പറയുന്നത് ഓക്കെ, അതങ്ങനെ തുടങ്ങാം. നമുക്കൊരു ശോഭന മാമിൻ്റെയോ എങ്ങനെ എന്തെങ്കിലും ഹമ്മിങ്ങിൽ തുടങ്ങിയാലോ. ഒരു ലേഡി പെർസ്പെക്റ്റീവിൻ്റെ ഒരു പ്രസൻസ് ഇല്ലായ്മ ഈ സോങ്ങിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് ലേഡി പെർസ്പെക്റ്റീവ് ഇട്ടേക്ക്, നമുക്ക് കുട്ടികളെ യൂസ് ചെയ്താലോ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ നമ്മളെ നീലാകാശം പച്ചക്കറിൽ ചുവന്ന ഭൂമി എന്നുള്ളതിന് കുട്ടികളടക്കൊരു മെലഡി പാടിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര റിഫ്രഷിംഗ് ആണ് കേൾക്കുമ്പോൾ. എനിക്ക് അങ്ങനെ ഒരു റിഫ്രഷിംഗ് ആയിട്ടൊരു സൗണ്ടിൽ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ഒരു വായ്ത്താരി പാടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഗംഭീരമാകുന്നു. അപ്പം ഈ ഓൺ സ്പോട്ടിൽ എൻ്റെ ഫോണിൽ കൂടി പറഞ്ഞ് അപ്പം അങ്ങനെയാണെങ്കിൽ ചെന്തനക്ക തന്തനത്താന എന്ന് പറഞ്ഞ പരിപാടി ഇങ്ങനെ പാടിക്കുക. നമ്മൾ ഉറപ്പിച്ച് ഇത് തന്നെ സാധനം. അങ്ങനെ പിന്നെ അപ്പം തന്നെ ഹരിച്ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ഹരിച്ചേട്ടൻ ഈ പറയുന്ന ചെമ്പഴുക്ക എന്നുള്ള വാക്ക് ജെയ്ക്സിൽ നിന്ന് വന്നാണ്. ആ ചെമ്പഴുക്ക എടുത്ത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പിടിച്ച് സാധനം വർക്കൗട്ട്. അപ്പം ഇത് നൊസ്റ്റു എന്നുള്ളത് ആണ് നമ്മളുടെ USP. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ജെയ്ക്സ് അത്ര മനോഹരമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഹരിച്ചേട്ടൻ്റെ വരികൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഇപ്പം പ്രൊഡ്യൂസർ പോലും ഈ പറയുന്ന പോലെ എന്തൊരു ചേലാണ് എടുത്ത് ഇപ്പുറത്തേക്ക് വെക്കാൻ പറഞ്ഞ പാട്ടിൻ്റെ കോണ്ടക്സ്റ്റേ മാറി. അപ്പം അങ്ങനെയുള്ള രസകരമായ രീതിയിലാണ് ആ സിനിമ ഉണ്ടായി, പാട്ടുകളുണ്ടായി വന്നത്. പ്രൊഡ്യൂസറാണ് പറഞ്ഞത് എന്തൊരു ചേലാണ് എങ്ങനെ ആദ്യമായിട്ടാണോ അല്ല. അപ്പം രഞ്ജിത്തേണ്ണ ചോദിച്ചാൽ നമുക്ക് എന്തൊരു ചേലാണ് തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പം എന്തിനാണ് തുടങ്ങിയപ്പോഴാണ് ജെയ്ക്സ് അതിന് മുമ്പ് ഒരു ഹമ്മ് വന്നാലോ എന്ന് ആലോചിക്കുന്നത്. അപ്പോഴാണ് ചെമ്പഴുക്ക ഉണ്ടായിരുന്നത്. എല്ലാം കൂടി ചേർന്നതൊരു നല്ലൊരു പാട്ട് കൊടുക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അത് എനിക്ക് തോന്നുന്നു നടന്മാരിലായിരിക്കും മേ ബി കറക്റ്റായിട്ട് അത് അപ്ലൈ ആവുക. നോ പറയാൻ പഠിക്കുക എന്നൊരു സാധനം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എത്ര സുഹൃത്തിൻ്റെ കഥയാണെന്നുണ്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ പലർക്കും പറ്റാത്തൊരു കാര്യമാണ്. ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് വരുന്നു, നമ്മൾ നോ പറഞ്ഞാൽ അവൻ എന്താവും തോന്നുക, അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും, എങ്ങനെ നോ പറയും, അങ്ങനെ പല സിനിമകളും പാളിപ്പോയ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അത് ഡയറക്ടോറിയൽ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം മോഹൻലാലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, ശോഭന മാമാണ് നിൽക്കുന്നത്, രജപുത്ര രഞ്ജിത്ത് പോലൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് നിൽക്കുന്നത്. ഒരു സീൻ എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് സജഷൻ വരുന്നു, ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി ചെയ്തുകൂടെ. സോ ഇത്രയും നമ്മളെ പ്രായത്തിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് അവരൊക്കെ.
അപ്പോൾ നല്ലതിനെ സ്വീകരിക്കുക, ഇല്ലാത്തതിനെ മോഹൻലാലിനോടോ ശോഭനാമിനോടോ ഒക്കെ നോ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഒരു പക്ഷേ? അല്ലെങ്കിൽ ഒരാക്ടർ ഇപ്പം ഇന്നോളം വന്ന സിനിമകൾ ഇത് മാത്രം ഞാനിപ്പോൾ ജസ്റ്റ് നമ്മൾ തുടർന്ന് സംസാരിക്കുന്നുണ്ട് പറയുന്നുള്ളൂ. ഇപ്പോൾ സൗദി വെള്ളയ്ക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ നോ പറച്ചിൽ എങ്ങനെയാണ് ശരിക്കും? നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. ഈ പറഞ്ഞത് പഠിച്ചു വരുന്നേ ഉള്ളൂ നോയിലേക്ക്. പക്ഷേ ക്ലാരിറ്റി ഉണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യുന്നതിനെ പറ്റിയും ആ സിനിമ എന്താണെന്നുള്ള ക്ലാരിറ്റി വളരെ കൃത്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ അടുക്കൽ ആളുകൾ അങ്ങനെ അതിഭീകരമായ സജഷൻസ് പറയാറില്ല. അവൻ പോകുന്ന റൂട്ട് കറക്റ്റാണെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട്. എന്നാലും ഇപ്പോൾ ലാലേട്ടനും ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുള്ളൂ. ഇതിങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്നല്ല, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു നോക്കട്ടെ സാർ എന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ കേൾക്കുമ്പം ചില സമയത്ത് നമ്മൾ പറയും സാറേ രസമുണ്ട് നമുക്ക് ചെയ്ത് നോക്കാം എന്ന് പറയും. ചിലത് നമ്മൾ പറയാണ്ട് തന്നെ നമ്മൾ ഓൺ സ്പോട്ട് ഇമ്പ്രൂവ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ താടി വെട്ടലത്തിനൊക്കെ. അത് നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളാണ്. ചിലത് നമുക്ക് അവർ പറയുമ്പം തന്നെ സാർ അത് വർക്കൗട്ട് ആവുമെന്ന് ഡൗട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്നാൽ വേണ്ട സാർ നമുക്കത് വേറെ രീതി ചെയ്യാം. അത് എല്ലാം ഒരു ഭയങ്കര ഗീവ് ആൻഡ് ടേക്ക് മൂഡിലേ പോകാറുള്ളൂ. ഇപ്പം എന്നോട് ഏറ്റവും കൂടുതൽ സജഷൻ പറയുന്ന ആളാണ് ബിനു പപ്പു. കാരണം എൻ്റെ ഡയറക്ഷൻ ടീമിൻ്റെ ഹെഡാണ് പുള്ളി. അപ്പം ബിനു എൻ്റെ അടുക്ക് വന്നിട്ട് തന്നെ എന്താ ഇങ്ങനെ പോകുന്ന അഭിപ്രായം, ചേട്ടാ അത് വർക്കൗട്ട് ആവില്ല. പിന്നെ അതിന് മേളിൽ വേറൊരു ചോദ്യമില്ല. അല്ലെങ്കിൽ ബിൻചേട്ടൻ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ഈ സിനിമയിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്നോട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എടാ ഇങ്ങനൊരു പരിപാടിയാണല്ലേ ഈ കുറച്ചും കൂടി ബെറ്റർ എന്ന് ഞാൻ സിനിമ ഇറങ്ങിക്കേണ്ട സംസാരിക്കുമ്പോൾ പറയാം. അപ്പോൾ ഓൺ സ്പോട്ടിൽ ശരിയാണ് ചേട്ടാ നമുക്ക് ഇങ്ങനെ പിടിക്കാം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസും എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ആര് പറയുന്നു എന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മളുടെ സിനിമയ്ക്ക് അത് ഗുണമാണോ ദോഷമാണോ എന്നറിയാൻ പറ്റുന്ന ഒരാൾ ഡയറക്ടറാണ്. അതിപ്പം ലാലേട്ടൻ പറഞ്ഞാലും ഇപ്പോൾ സെറ്റിൽ ഒരു നമുക്ക് വെള്ളം കൊണ്ടുവരുന്ന ഒരുത്തൻ പറഞ്ഞാൽ പോലും അവനൊക്കെ ഒരു ഓഡിയൻസ് ആയിട്ട് നിന്നിട്ടാണ് പറയണത്. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് അതിനകത്തൊരു ഈഗോയോ കോൺഫ്ലിക്റ്റുകളോ ഒന്നും ഞങ്ങൾക്കിടയില്ല. അത് എൻ്റെ ജോലിയാണ്, ഞാനത് ചെയ്തോളാം എന്ന് പറയുന്നത് അതൊരു ടീം വർക്കാണ്. ഇപ്പം എൻ്റെ കൂടെ ത്രൂ ഔട്ട് നിന്ന ആളാണ് ഷാജി കുമാർ എന്ന് പറഞ്ഞ ക്യാമറമാൻ. ഷാജി ചേട്ടൻ എന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഷാജി ചേട്ടൻ്റെ എക്സ്പീരിയൻസുകൾ എനിക്കിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഷെയറിങ് വഴി സിനിമയ്ക്ക് ബെറ്റർമെൻറ്റുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ എഡിറ്റ് വൺസ് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജെയ്ക്സിനും വിഷ്ണു ഗോവിന്ദിനും അയച്ചു കൊടുക്കും. അവരത് കണ്ടതിന് ശേഷം അവരവൻ്റെ മ്യൂസിക്കൽ സ്പേസും എഡിറ്റും നോക്കിയിട്ട് അവിടെ കുറച്ച് എക്സ്റ്റൻഷൻ പിടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അവിടെ അത്രയും ലാഗ് വേണ്ട, അത് കട്ട് ചെയ്തോ മ്യൂസിക്കിൽ അവിടെ നിൽക്കില്ല എന്ന് അവരൊരു സജഷൻ പറയുമ്പോൾ ഞാനത് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്തിട്ട് എനിക്ക് കൺവിൻസിങ് ആണെങ്കിൽ ഞാനത് കട്ട് ചെയ്ത് കളയാറുണ്ട്. അറ്റ് ദ സെയിം വേ പ്രൊഡ്യൂസർ വന്ന് പ്രിവ്യൂ കാണുന്ന സമയത്തും നമ്മളുടെ കയ്യിൽ അടിച്ചേൽപ്പിക്കലുകളൊന്നുമില്ല. എനിക്ക് തരുന്ന ആ സീൻ്റെ ആവശ്യമുണ്ടോ, അത് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റർ അല്ലേ, നമുക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുന്നതിന് നമ്മൾ 2 പ്രാവശ്യം റീതിങ്ക് ചെയ്തിട്ട് അതിന് വേറെ സൊല്യൂഷൻസ് ഉണ്ടാകും. അങ്ങനെ ഒരു ഓവറോൾ ടീം വർക്കാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ. ഈ സിനിമ എന്നുള്ള എല്ലാ സിനിമയും അങ്ങനെയാണ്. അപ്പം ഏറ്റവും നല്ല ടീം വർക്കുള്ള സ്ഥലം, ഏറ്റവും ഈഗോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നല്ല പ്രോഡക്റ്റുകളുണ്ടാകും. അങ്ങനെ ഒരു നല്ല പ്രോഡക്റ്റാണ് തുടരും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ സീനുകളൊക്കെ നമുക്ക് ആഫ്റ്റർ റിലീസ് പ്രതീക്ഷിക്കാവും. പിന്നെ എത്ര ഇപ്പോൾ 2:45 സിനിമ എന്ന് പറഞ്ഞത്, എത്ര ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും? ഒരു 15 മിനിറ്റിന് അടുത്തുള്ള സീനുകൾ പോയിട്ടുണ്ട്. അത് ഡിലീറ്റഡ് വേർഷൻ രജപുത്രയുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാം. ഈ നമ്മൾ അത്രത്തോളം സ്നേഹത്തിൽ എടുത്തിട്ട് ലാലേട്ടൻ്റെ പെർഫോമൻസ് കൊണ്ട് നമുക്കിത് കളയാനും പറ്റില്ല, എന്നാൽ സിനിമയ്ക്ക് ഗുണമാവില്ല, അങ്ങനെ ഒരു രണ്ട് സീക്വൻസ് പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പക്ഷെ എന്നാൽ സിനിമയ്ക്ക് അത്രയും ആവശ്യമില്ലാന്ന് തോന്നിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ 2 സീക്വൻസ് ഉണ്ട്. ഈ ഒരു ലാലേട്ടൻ ആരാധന എന്നുള്ള രീതി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് കഥ പറഞ്ഞിട്ട് ഇപ്പം ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നു, ഇപ്പോൾ സ്ക്രിപ്റ്റ് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കായിരുന്നു ഞാൻ ഇന്റർവ്യൂ കേട്ടു. വായിച്ചു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിരുന്നോ ഏത് മീറ്റർ ആയിരിക്കും ഈ കഥാപാത്രം പോകുന്നത്, ഞാൻ ഏതൊരു പെർഫോമൻസ് ആയിരിക്കും വേണ്ട, അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? എന്നോട് ചോദിച്ചത് നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടല്ലേ എടുക്കാൻ പോകുന്നത്, നമ്മൾ സാധാരണക്കാരുടെ ലൈഫ് പോലെ നമ്മൾ അങ്ങനെയല്ലേ ട്രീറ്റ് ചെയ്യണത്, നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്കൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ചില സമയത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അയാൾ വളരെ സാധാരണക്കാരനല്ലേ, അയാൾ അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പോൾ ആ സാധാരണക്കാരൻ എന്നുള്ളൊരു ഇമേജ് ലാലേട്ടൻ എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സാധാരണക്കാരെന്ന് പറയുമ്പോൾ തന്നെ ചക്കവെട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മമ്മൂക്ക പണ്ട് രാപ്പകൽ ചെയ്തതിന് ശേഷം കൊടുത്ത എനിക്കൊരു വനിതയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലാണെന്ന് തോന്നുന്നു, ഒരുപാട് പേര് മമ്മൂക്കയോട് ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങളിങ്ങനെ ചക്ക വെട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അവർക്ക് ലൈഫിൽ ശീലമില്ലാത്തതാണ്. ലാലേട്ടനൊന്നും ചക്ക വെട്ടുകായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ടീനേജ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സിനിമയിൽ വന്നു, പിന്നെ പുള്ളി പോയിരുന്ന് ചക്ക വെട്ടുക എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, സാധ്യത വളരെ കുറവായിരിക്കും, അതിനൊക്കെ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ എങ്ങനെ അത്രയും തന്മയത്തോടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവർക്ക് ലൈഫിൽ ഇപ്പോൾ ഒരു KSB ലാലേട്ടൻ തന്നെ പറഞ്ഞാൽ എനിക്ക് KSB ഇപ്പോൾ ഈ ക്യൂ നിന്ന് കറണ്ട് ബില്ല് അടയ്ക്കാൻ എനിക്കറിയില്ല, എനിക്ക് വീട്ടിലൊരു കാര്യം അങ്ങനെ ചെയ്യാറില്ല, ഞാൻ അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിയാണ്, എനിക്കറിയാം, അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഈ സീനുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ, മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അപ്പം ചക്ക വെട്ടണ സീൻ പറഞ്ഞപ്പോൾ എനിക്ക് അതെങ്ങനെ വെട്ടണമെന്ന് തന്നെ ചോദിച്ചിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ.
അവിടെ ആ ചക്ക കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ 2 കാലും വെച്ചിട്ട് ആ ചക്കയെല്ലാം കൊണ്ട് അള്ളിപ്പിടിച്ച്, അത് ആര് പറഞ്ഞു കൊടുത്താന്ന് എനിക്കറിയില്ല. 2 കാലും കൊണ്ട് ചക്കനെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് ചക്കയ്ക്ക് ഒരു ഷേപ്പ് കൊടുത്തിട്ട് ആ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ പെട്ടെന്നൊരു സീക്വൻസ് ചെയ്തു. ഇപ്പം സുമേഷ് ചേട്ടൻ ചോദിക്കുമ്പോഴാണ് അതാരായിരിക്കും പറഞ്ഞു കൊടുത്തതെന്ന് ഞാനും ആലോചിക്കുന്നത്. അവർ തന്നെ പറഞ്ഞില്ല ഞങ്ങളൊന്നും ചെയ്തില്ല, എനിക്കത് അറിയില്ല, എന്നോട് പറഞ്ഞ ലാലേട്ടൻ തന്നെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്. ഒബ്സർവേഷൻ ആയിരിക്കണം ചിലപ്പോൾ, ഈ പറഞ്ഞ അവർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചുറ്റുപാടുമുള്ളവരുടെ ഒബ്സർവേഷൻസ് ആയിരിക്കും ചിലപ്പം ഇതൊക്കെ ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആരാണോ ആ വീട്ടിൽ ചക്ക വെട്ടിയിട്ടുണ്ടാവുക, അത് ചിലപ്പം പുള്ളി ഇരുന്ന് നോക്കുന്നുണ്ടായിരിക്കും, പുള്ളി അത് മനസ്സിൽ ഫീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ബോധപൂർവം എന്നല്ലെങ്കിൽ പോലും ഒരു ആക്ടർ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അയാൾ കാണുന്ന കാഴ്ചകളൊക്കെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇരിക്കും. പിന്നെ അത് നമ്മൾ ആ പറയുന്ന സമയത്തേക്ക് അത് അറിഞ്ഞോ അറിയാതെ മാപ്പ് ചെയ്യപ്പെടും. അതങ്ങനെ ചെയ്യപ്പെടുന്നതാണ്. ഈ ഒരു ഡയറക്ടറുടെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങൾ നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതിനപ്പുറം മോഹൻലാൽ മമ്മൂക്കയെ വെച്ചൊരു പടം ചെയ്യാന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ. ഇപ്പം ലാലേട്ടനെ വെച്ചിട്ട് ഓൾറെഡി പടം കഴിഞ്ഞു, മമ്മൂക്ക ഓൾറെഡി ഇങ്ങോട്ട് വിളിച്ചു. ഇനി എന്താണ് സിനിമയിൽ ആഗ്രഹമുള്ളത്? ഇപ്പം പണ്ട് എനിക്കൊന്ന് സൈനോരയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഒരു ഗായികയുടെ അല്ല ഗായകൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം AR റഹ്മാൻ്റെ ഇതിൽ പാടുക എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ഇത് പാടിക്കഴിഞ്ഞു, ഇനി എന്തായിരിക്കും എൻ്റെ ആഗ്രഹം എന്ന് അവർ പറഞ്ഞായിട്ട് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഇനി എന്താണ് നല്ല സിനിമ കൊടുക്കുക എന്നതിനപ്പുറം എന്താണ് ആഗ്രഹമുള്ളത്? മമ്മൂക്ക വിളിച്ചു, ലാലേട്ടനെ പടം കഴിഞ്ഞു, ഇനി എന്താണുള്ളത്? ഇല്ല, നമുക്ക് ഇപ്പം എന്താ പറയുക, ഇപ്പം നല്ല സബ്ജക്റ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യുക, ആളുകളുടെ ഇഷ്ടം. ഇപ്പം ജാവ കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു ഇഷ്ടമല്ല, സൗദി വെള്ളം കഴിഞ്ഞപ്പോൾ ഇഷ്ടം കൂടി. തുടരും, നന്നായാൽ ആ ഇഷ്ടം കൂടും, നന്നായില്ലെങ്കിൽ ആ ഇഷ്ടം കുറയും. അപ്പോൾ ആ ഇഷ്ടം കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. മലയാളത്തിൽ എന്നും ഓർക്കാവുന്ന ഒരു സംവിധായകനായിട്ട് നമ്മൾ കാലങ്ങൾക്ക് ശേഷവും ആളുകൾ നമ്മളെപ്പറ്റി സംസാരിക്കുക. ഒരു എത്ര സിനിമകൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ കൂടിപ്പോയാൽ 10-12 സിനിമയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ 12 സിനിമകളും ക്വാളിറ്റിയുള്ള സിനിമകളാകുക. പൈസയ്ക്ക് വേണ്ടി സിനിമ ചെയ്യാണ്ടിരിക്കുക, സന്തോഷത്തിന് വേണ്ടി സിനിമ ചെയ്യുക. പൈസ വേണ്ടെന്നല്ല, പൈസ ഒരു ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി തന്നെയാണ് നമ്മൾ ഫിലിം മേക്കിങ്ങിൽ അല്ലെങ്കിൽ ലൈഫിലൊക്കെ. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ആർട്ടിനാണ് വാല്യൂ കൊടുക്കുന്നത്. അപ്പം ഞാനൊരു ആർട്ടിസ്റ്റ്, ഡയറക്ടറേക്കാൾ ഉപരിയായിട്ട് തരുൺമൂർത്തി ഒരു ആർട്ടിസ്റ്റായിട്ട് ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന് 4 ആൾ പറഞ്ഞ് കേൾക്കുന്നത് അറിയാനാണ്. എൻ്റെ മക്കളുമൊക്കെ അങ്ങനെ എൻ്റെ അപ്പ അങ്ങനെ ഒരു ഡയറക്ടറായിരുന്നു, അല്ലെ ആർട്ടിന് വേണ്ടി നിന്ന ഒരാളാണ്, ആർട്ടിൻ്റെ ഒരു അംബാസിഡർ ആയിരുന്നു എന്ന് പറഞ്ഞു കേൾക്കാനാണ് എനിക്ക് പേഴ്സണലി ആഗ്രഹം. അപ്പോൾ ആ രീതിയിൽ സംഭവിക്കട്ടെ. തീർച്ചയായിട്ടും. ഈ തരുൺ അഭിനയിക്കാൻ നടന്നതാണ്, ഒരുപാട് ഓഡീഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്വന്തം സിനിമയാണ്, നമുക്ക് എന്തും ചെയ്യാം. അങ്ങനെ ഇനി ഒരു നടൻ, ഇപ്പോൾ ഒരുപാട് സംവിധായകർ നടന്മാരായിട്ടുണ്ട്, ഇനി ആകാനും നിൽക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇല്ലില്ല, ആക്ടിങ്ങിലോട് എനിക്കിപ്പോൾ അങ്ങനെ എക്സൈറ്റ്മെൻറ്റുകളില്ല. അപ്പം ആക്ച്വലി എൻ്റെ അടുക്കൽ എല്ലാവരും നിർബന്ധിച്ചൊരു വേഷമാണ്. ഇപ്പം സൗദി വെള്ളക്കയിൽ ആ സുജിത്തേട്ടൻ ചെയ്ത സത്താർ എന്ന് പറഞ്ഞ വേഷം തരുൺ ചെയ്യാൻ പറഞ്ഞാണല്ലോ. പക്ഷേ എനിക്കത് ചെയ്യാൻ തോന്നിയില്ലെന്ന്. കാരണം അത് ഞാൻ ചെയ്താൽ നന്നാവൂല എന്നുള്ളൊരു കോംപ്ലക്സ് എനിക്കുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാനൊരു ഗുഡ് സ്ക്രീൻ ആക്ടറല്ല. ഞാൻ ഈ സ്റ്റേജ് പെർഫോമൻസും കഥകളിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആക്ടിങ് ആണ്. അപ്പോൾ സ്ക്രീൻ ആക്ടിങ് വേറൊരു പ്രോസസ്സാണ്. അത് അഭിനയിക്കാൻ നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. അതിന് നമുക്ക് പ്രോപ്പർ ഒരു മെൻറ്റർ വേണം. ഞാൻ എന്നെ തന്നെ മെൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവില്ല. അപ്പം ഇൻ കേസ് എന്തെങ്കിലും അഭിനയിക്കാൻ സാധ്യത വന്നാൽ, ഇതുവരെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടില്ല. വന്നാൽ തന്നെ എന്നെ കൃത്യമായിട്ട് ഉടയ്ക്കുമെന്ന് പറയുന്ന സംവിധാനം വിളിച്ചാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് ഭയങ്കര മോശമായി പോകും. മറ്റൊരു സംവിധാനത്തിന്റെ കീഴിലാണ് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ. തീർച്ചയായിട്ടും ഇനി മുമ്പോട്ടുള്ള എല്ലാ യാത്രയും ഇതുപോലെ തന്നെ വിജയമാവട്ടെ. ഈ പറഞ്ഞ പോലെ തലമുറകൾ ഓർത്തിരിക്കുന്ന സംവിധാനം ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.